ഹായ് ജെയ്മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. എ പ്ലെയിൻ വേവ് ആഫ്റ്റർ പാസിംഗ് ത്രൂ പ്രിസം. പ്ലെയിൻ വേവ്, ഓക്കെ. പ്ലെയിൻ വേവ് എന്ന് വെച്ചാൽ വേവ് ഫ്രണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലെയിൻ വേവ് ഇസ് പാസിംഗ് ത്രൂ എ പ്രിസം റിമെയിൻസ് പ്ലെയിൻ വേവ് ബട്ട് പാസിംഗ് ത്രൂ എ പിൻ ഹോൾ മേ ബിക്കം സ്ഫെരിക്കൽ വേവ്. ഓക്കെ, കറക്റ്റ് ആണ്. എന്താ സംഭവം? പ്രിസത്തിലൂടെ ഉള്ളത് നമ്മൾ നേരിട്ട് തന്നെ പഠിച്ചില്ലേ? പ്രിസത്തിലൂടെ ഉള്ളത് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ ആണത്. ടെക്സ്റ്റ് ബുക്ക് ഫിഗർ ഒരു പ്രിസത്തിലേക്ക് പ്ലെയിൻ ഇപ്പൊ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് പ്രിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എമർജന്റ് വേവ് ഫ്രണ്ട് നമുക്ക് ഈ രൂപത്തിലല്ലേ കിട്ടുക. ഈ രൂപത്തിൽ കിട്ടുന്നത് നമുക്കറിയാം. കാരണം എന്താ, ഇതിവിടെ കൂടുതൽ ഡിസ്റ്റൻസും ഇത് എന്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്? കൂടുതൽ ഡിസ്റ്റൻസും യെസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇത് അവിടുന്ന് ബെൻഡിങ് സംഭവിച്ചു. ഇത് ഡെൻസർ മീഡിയത്തിലൂടെയാണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക. അപ്പോൾ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് ഡെൻസർ മീഡിയത്തിലൂടെ കുറഞ്ഞ ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ കൂടുതൽ ഡിസ്റ്റൻസ് ഇത് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യും, കാരണം അതേ ടൈം കോമ്പൻസേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് യു നോ ദാറ്റ്, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ, അപ്പോൾ അത് നിങ്ങൾക്ക് അത് റെഡിയാണ്. ഇനി ഒരു പിൻ ഹോളിലൂടെ പോകുന്നത് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആവും തീർച്ചയായിട്ടും. കാരണം ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ് ആയിട്ടാണ് നമുക്ക് പിൻ ഹോൾ ആക്ട് ചെയ്യുക. ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താ? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്. അപ്പോൾ ദിസ് ഈസ് ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് ഓക്കെ. നൗ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. The curvature of a spherical wave emerging from a slit will increase for increasing slit width. നോക്കാം. അതായത് curvature of the spherical. ഇപ്പോൾ ഇത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട് ഇവിടെ. ഒരു ചെറിയ സ്ലിറ്റ് ആണിത്. അപ്പൊ ആ സ്ലിറ്റ് ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ്, അവിടെ നമുക്ക് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മളോട് പറയുന്നത് ഈ സ്ലിറ്റിന്റെ വിഡ്ത്ത് കൂട്ടുക. സ്ലിറ്റിന്റെ വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കുക? ശരിക്ക് സ്ലിറ്റിന്റെ വിഡ്ത്ത് ശരിക്കും ഇത് എങ്ങോട്ടാണ് അറിയോ? നേരെ പോകേണ്ട ലൈറ്റ് ആണല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അതെന്തുകൊണ്ടാ? അതാണ് ഡിഫ്രാക്ഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ഇനി സ്ലിറ്റ് വിഡ്ത്ത് നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഡിഫ്രാക്ഷൻ ഇഫക്റ്റ് കുറയും, ഡിഫ്രാക്ഷൻ ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഡിഫ്രാക്ഷൻ ഇഫക്റ്റ് ഇല്ലാത്ത സമയത്ത് ലൈറ്റിന്റെ എൻക്രോച്ച്മെന്റ് കുറയും. അപ്പൊ ലൈറ്റ് കൂടുതൽ എങ്ങനെ പോവുക? സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. ആ ലോജിക് മനസ്സിലായോ? അതായത് ഈ സ്ലിറ്റ് വിഡ്ത്ത് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളമാണ് ജോമെട്രിക്കൽ ഷാഡോ എക്സ്പെക്റ്റഡ് റീജിയനിലേക്ക് ലൈറ്റ് എൻക്രോച്ച് ചെയ്യുക. ഓക്കെ, റെഡി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ പറയണേ, ആ ഒരു എക്സ്പ്ലനേഷന്റെ കണ്ടിന്യൂഷൻ പറയാണ്. സ്ലിറ്റ് വിഡ്ത്ത് നിങ്ങൾ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിഫ്രാക്ഷൻ ഇഫക്റ്റ് കുറയും. കാരണം ഡിഫ്രാക്ഷൻ ഇഫക്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക? സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഇൻകമ്പാരബിൾ വിത്ത് ദ വേവ് ലെങ്ത് ഓഫ് ദ ഇൻസുലേറ്റ്. അപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് കൂട്ടുന്നതനുസരിച്ച് ലൈറ്റിന്റെ എൻക്രോച്ച്മെന്റ് ഒക്കെ കുറയും. അപ്പോൾ ലൈറ്റ് കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക. ഓക്കെ, ഇനി മറ്റൊരു രൂപത്തിൽ മനസ്സിലാക്കാൻ, ഇത് ആൾമോസ്റ്റ് ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ് ആണ്. അപ്പോൾ സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ അവിടെ ഒരു സ്ലിറ്റിനെ ഈ രൂപത്തിലാണ് പരിഗണിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും വലിയ സ്ലിറ്റ് ആകുന്ന സമയത്ത് ലൈറ്റ് നോക്കൂ, ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്ലനാർ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പൊ എത്രത്തോളം നിങ്ങൾ സ്ലിറ്റ് വിഡ്ത്ത് കൂട്ടുന്നോ അതിനനുസരിച്ചിട്ട് അവിടുത്തെ വലിയ സ്ഫിയറിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ കർവേച്ചർ ഓഫ് എ സ്ഫെരിക്കൽ വേവ് എമർജിങ് ഫ്രം എ സ്ലിറ്റ് വിൽ ഇൻക്രീസ് ഓൺ സ്ലിറ്റ്. ഇവിടെ കർവേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ശരിക്കും കൂടുന്നത്, കർവേച്ചർ അല്ല. കർവേച്ചർ അപ്പോൾ ആ സമയത്ത് കുറയാണ് ചെയ്യുക. അപ്പൊ പ്ലനാർ വേവ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? Statement 2 is wrong. 1 is true, statement 2 is false. Option 3 is the right answer. Option 3 is correct.